ഒരു മാങ്ങയ്ക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരമാണ്. മാങ്ങ ചതച്ചെടുക്കാം. ചതയ്ക്കുമ്പോൾ നല്ലോണം കൂടി ചതച്ചോളൂട്ടാ, കഷ്ണങ്ങൾ ഇല്ലാണ്ട്. ഇനി നമുക്ക് നാളികേരം ചതച്ചെടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. പൊട്ടിയ കടുക് പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവ, 4 ചുവന്ന മുളക്, ഇതൊക്കെ വറുത്തെടുക്കാം. ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. കുറച്ച് വേപ്പില ചേർക്കാം. 2 ചുവന്ന മുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി നല്ലോണം മൂപ്പിച്ചെടുക്കണം. ചതച്ച് വെച്ചേക്കണ നാളികേരത്തിൻ്റെയും മാങ്ങയുടെയും മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. മാങ്ങയിലെ ഈർപ്പം പോകണം, നാളികേരത്തിലെ ഈർപ്പം പോയി നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കടുകിൻ്റെ ഉലുവയുടെയും പൊടി ചേർക്കാം. ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. മാങ്ങ 1/4 ഭാഗം ഡ്രൈ ആയതിന് ശേഷം വേണം പൊടികളും ഉപ്പും ഒക്കെ ആഡ് ചെയ്യാനായിട്ട്. 1/2 ടീസ്പൂൺ ശർക്കരയുടെ പൊടി ചേർക്കുന്നുണ്ട്. ശർക്കര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത വഴിക്ക് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിക്കൊള്ളണം. ഒരു മാങ്ങ കൊണ്ട് 2-3 ആഴ്ച നമുക്ക് ഊണിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റണ ഒരു സിമ്പിൾ റെസിപ്പിയാണ്.